നെഞ്ചത്ത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചോ, ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 72 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 2 പേരും 3 ദിവസവും നന്നായി മാതാവിൻ്റെ ജപമാലയും ചൊല്ലി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അനിയന് ഒരു കുഴപ്പവുമില്ല, സുഖപ്പെട്ടു. അതുപോലെ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്തപ്പോൾ അനിയന് ബ്ലോക്കും ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അനിയൻ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് റെജിൽ. ഞാൻ കണ്ണൂർ ജില്ലയിൽ മണക്കട ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ മമ്മി പറഞ്ഞിട്ടാണ്. പിന്നീട് എൻ്റെ ഇടവകയിലെ ഒരു ചേട്ടന് കൃപാസന പത്രം എനിക്ക് തരികയും അത് വായിച്ചതിലെ സാക്ഷ്യങ്ങൾ വായിച്ചപ്പം തൊട്ട് എനിക്ക് ഇവിടെ വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ആൻറ്റിക്ക് സുഖമില്ലാതെ പെട്ടെന്ന് കാലിന് വേദനയൊക്കെ ആയി ആൻറ്റി കിടപ്പിലായി. അപ്പോൾ എന്താണ് അസുഖമെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആൻറ്റിയുടെ മേത്ത് 1-2 തടിപ്പുകളൊക്കെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബോൺ ക്യാൻസർ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. കൃപാസനത്തിനെക്കുറിച്ച് എനിക്ക് അന്ന് യൂട്യൂബിലൊക്കെ കണ്ടുള്ളതും അങ്ങനെ അമ്മ പറഞ്ഞ അറിവുള്ളൂ. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ മാതാവേ ആൻറ്റിയെ സുഖപ്പെടുത്തണേ, ആൻറ്റിക്ക് ഒരു കുഴപ്പവും കാണരുതെന്ന്. അപ്പോൾ ആൻറ്റിക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ആൻറ്റിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ആൻറ്റി 1 മാസത്തിനുള്ളിൽ നന്നായി നടക്കാനും എല്ലാം പറ്റി ആൻറ്റി സുഖപ്പെട്ടു. ആൻറ്റിയാണിത്. പിന്നെ ഞാനിവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾ +2 പഠിക്കുകയായിരുന്നു. അപ്പോൾ മകൾക്ക് +2 നല്ല മാർക്ക് വാങ്ങി ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിയോഗം വെച്ചിരുന്നു. അത് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞപ്പം മകൾ വന്ന് എന്നോട് പറഞ്ഞു, മമ്മി ഫിസിക്സ് പരീക്ഷ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്നും നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ കൃപാസനത്തിൻ്റെ ഉടമ്പടി കാശ് രൂപ ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്നിടത്തൊരു ടിന്നിലിട്ട് ഇങ്ങനെ വയ്ക്കും. എന്നിട്ടത് ആവശ്യം വരുമ്പോൾ എടുത്തിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവിടെ വയ്ക്കും. അപ്പോൾ എൻ്റെ മോൾ ആ ടിന്നിനകത്ത് ഇങ്ങനെ 94% എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് മാർക്ക് വന്നു കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മോൾക്ക് 94.6% മാർക്ക് കിട്ടി. ഫിസിക്സ് 50% പോലും മാർക്ക് കിട്ടിയാലെന്ന് അവൾ വന്ന് പറഞ്ഞെങ്കിലും അവൾക്ക് ഫിസിക്സ് ടോപ്പറായിട്ട് സ്കൂളിലേക്ക് കിട്ടി. സ്കൂളിലെ മൊത്തം 4ാം സ്ഥാനവും അവൾക്ക് കിട്ടി. അത് കഴിഞ്ഞ് അവൾ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. എൻട്രൻസ് പരീക്ഷ പഠിച്ചുകൊണ്ടിരുന്നപ്പം പരീക്ഷയ്ക്ക് പോയ സമയത്ത് ഞാനിതുപോലെ അമ്മ മാതാവിനോട് അവളുടെ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരീക്ഷ കഴിഞ്ഞ് പരീക്ഷയ്ക്ക് അവിടെ ചെന്നപ്പം ക്വസ്റ്റ്യനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, ഫിസിക്സൊക്കെ. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് തലകറക്കം വന്നു, പാതി എഴുതാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മകൾക്ക് നല്ല മാർക്ക് കിട്ടി വിജയിപ്പിക്കണമേ മാതാവേന്ന്. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ മകൾക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. അവൾക്ക് MBBS കിട്ടാനുള്ള മാർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ MBBS പോകുന്നില്ല മമ്മി, BDS പോകുന്നുള്ളൂ, പേടിയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിർബന്ധിച്ച് വിടാൻ പറ്റില്ല, പ്രൊഫഷണൽ ആയതുകൊണ്ട് ഞാനും പറഞ്ഞില്ല. എങ്കിലും ഞാൻ പറഞ്ഞു, ഈശോയെ അങ്ങയുടെ ഹിതം പോലെ എന്താണെങ്കിലും അവളെ കൊണ്ട് ചെയ്യിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് 2 ദിവസം മുമ്പ് എൻ്റെ ഒരു ചേച്ചി വഴി ചേച്ചി ഫോൺ വിളിച്ചു, ഇങ്ങനെ മോളെ നീ MBBS തന്നെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. ഞങ്ങൾ അതുവരെ പറഞ്ഞിട്ട് അവൾ സമ്മതിച്ചില്ലായിരുന്നു. പക്ഷേ ആൻറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് അവൾ അതിന് തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തു, അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ അവൾ മൈസൂർ JSS MBBS പഠിക്കുന്നു. അതുപോലെ അടുത്തായിട്ട് എൻ്റെ മകൾക്ക് +2 എൻട്രൻസ് പരീക്ഷ എഴുതുന്നതിന് ഒരു 2-3 ആഴ്ച മുമ്പ് കഴുത്തിലൊരു തടിപ്പ് കണ്ടായിരുന്നു. അപ്പോൾ അത് ആശുപത്രി കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ആൻറ്റിബയോട്ടിക് കൊടുത്തു. അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, FNAC ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ ഉടമ്പടി ആരാധനയിൽ അച്ഛൻ്റെ ആരാധന സമയത്ത് അപ്പോൾ കരഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും കാണരുത് എന്ന്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നു. താരം മൂലമുള്ള അലർജി കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. വേറെ ഒരു കുഴപ്പവും കുഞ്ഞിനുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ബ്രസ്റ്റിൽ ഒരു ചെറിയ തടിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡിസ്ചാർജ് പോലെ വരുന്നത് തന്നു ഇടയ്ക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു, ദൈവമേ ക്യാൻസർ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതുപോലെ ഒരു ദിവസം ഉടമ്പടി പ്രാർത്ഥനയിൽ അച്ഛൻ്റെ ആരാധനയിൽ സംബന്ധിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്കൊരു കുഴപ്പവും കാണരുത്. ഞാൻ ഡോക്ടറെ അടുത്തൊന്നും പോയില്ലെങ്കിലും കണ്ടപ്പോഴുള്ള സംശയം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ ആരാധനയിൽ വിളിച്ചു പറഞ്ഞു, ബ്രസ്റ്റിന് ക്യാൻസർ ആണോ എന്ന് സംശയിക്കുന്ന ഒരു മകളെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ട്. അവളുടെ പേര് R എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. എൻ്റെ പേര് റെജിൽ എന്നാണ്. അത് ഞാൻ ഉറച്ച് വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് തൊട്ട് ഒരിക്കലും ഞാൻ ആ ഡിസ്ചാർജ് എനിക്ക് കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഉടമ്പടി നിയോഗങ്ങളൊക്കെ വെച്ചപ്പോൾ ഞാൻ അത് എഴുതാൻ സത്യത്തിൽ മറന്നുപോയി. അപ്പോൾ ഞാനിവിടെ നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഈ നിയോഗം വെച്ചിട്ടില്ല, അമ്മ മാതാവ് എൻ്റെ ഈ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമൊന്ന് മാറ്റിത്തരണേ. എനിക്ക് ചിലപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഉറങ്ങാൻ പോലും പേടി തോന്നും, കിടക്കുമ്പോൾ തല കറങ്ങുന്ന പോലെ തോന്നും. അതുകൊണ്ട് അപ്പോൾ ഞാൻ അതാണ് കൂടുതലായിട്ടും പറഞ്ഞ് പ്രാർത്ഥിച്ചത്. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്ത നിയോഗമാണ് എൻ്റെ അമ്മ ആദ്യമായിട്ട് എനിക്ക് സാധിച്ചു തന്നത്. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അനിയന് പെട്ടെന്ന് ജോലി സ്ഥലത്ത് വെച്ച് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും ആശുപത്രിയിൽ അഡ്മിറ്റായി ICUലായി. അപ്പോൾ 20% സാധ്യത മാത്രമേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം അനിയൻ്റെ ഭാര്യ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അനിയത്തി എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഉടമ്പടി തൈലം എടുത്ത് അനിയത്തിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഈ നെഞ്ചത്ത് ഈ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചോ, ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 72 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 2 പേരും 3 ദിവസവും നന്നായി മാതാവിൻ്റെ ജപമാലയും ചൊല്ലി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അനിയന് ഒരു കുഴപ്പവുമില്ല, സുഖപ്പെട്ടു. അതുപോലെ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്തപ്പോൾ അനിയന് ബ്ലോക്കും ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അനിയൻ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ ചേച്ചിക്ക് 2-3 മാസം മുമ്പ് പെട്ടെന്നൊരു ബ്ലീഡിങ് വന്നു. അപ്പോൾ ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്കിതുപോലെ ബ്ലീഡിങ് വന്നു, നിർത്താതെ ബ്ലീഡിങ് വരുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കാണിച്ചു, അപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു, നീ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, അപ്പോൾ ചേച്ചിക്ക് സ്കാൻ ചെയ്തിട്ട് പറയാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവ് എൻ്റെ ചേച്ചിക്ക് ഒരു കുഴപ്പവും കാണരുതേ, ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചേച്ചി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും തനിയെ ഒരു ബ്ലീഡിങ് വന്നൊരു ചോരക്കട്ടം പോലെ അത് പുറത്ത് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ചേച്ചിക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഒരു ദിവസം അതിശക്തമായ വയറുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 3-4 ദിവസം അഡ്മിറ്റായിരുന്നു. അത് കഴിഞ്ഞ് സ്കാൻ ചെയ്യണം, ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഇൻഫെക്ഷൻ ആയതാണെന്ന് പറഞ്ഞു. അതിൻ്റെ മരുന്നെല്ലാം കഴിച്ചിരുന്നു, ഒരു കുറവുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒത്തിരി പേടിച്ചു. അപ്പോഴും ഞാൻ അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അമ്മ എൻ്റെ ഹസ്ബൻഡിന് ഒരു കുഴപ്പമുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. അത് കഴിഞ്ഞ് സ്കാൻ ചെയ്ത് അവിടെ ചെന്നിരുന്നപ്പോൾ തൊട്ട് വയറുവേദനയും കുറഞ്ഞു, എല്ലാം നന്നായിട്ട് കുറഞ്ഞു. ഇതുപോലെ എൻ്റെ അമ്മ മാതാവും തിരുക്കന്മാരും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും തന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഈശോയെ കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. കോഴിക്കോട് കണ്ണൂരിൽ നിന്ന് വന്ന റെജിൽ എന്ന ഈ സഹോദരി പങ്കുവച്ച സാക്ഷ്യങ്ങളെല്ലാം ഉടമ്പടി കണ്ടൻ്റുള്ള വലിയ സാക്ഷ്യങ്ങളാണ്. ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോയുമായിട്ട് ചെയ്യുന്ന ഉടമ്പടി വഴിയായിട്ട് കുടുംബത്തിന് മുഴുവനും ദൈവിക സംരക്ഷണം നമുക്ക് കിട്ടുന്നു എന്നുള്ളതിന് വെളിവാക്കുന്ന വലിയൊരു സാക്ഷ്യമാണ്. ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യങ്ങൾ, മകളുടെ വിഷയം, അതുപോലെ തന്നെ ഈ സഹോദരിയുടെ വിഷയം നിങ്ങൾ കേട്ടായിരുന്നു. വലിയൊരു രോഗസൗഖ്യമാണത്. കാരണം ബ്രസ്റ്റിനായിരുന്നു അല്ലേ തടിപ്പ്, ചെറിയൊരു തടിപ്പ് പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സഹോദരിയുടെ ഒരു നൊമ്പരമായിരുന്നു, ഇത് വലിയ അസുഖമാണോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നമ്മൾ മാനസികമായിട്ട് ചിന്തിക്കുന്ന ഒരു ടെൻഷനാണ്.